പിള്ളേർക്ക് എല്ലാവർക്കും ക്ലാസ് ഒന്നുമില്ല. ആക്ച്വലി ക്ലാസ് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം രാവിലെ കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം പിള്ളേരെല്ലാവരെയും കൂട്ടിയിട്ടൊന്ന് പുറത്തു പോകാന്നുള്ള പ്ലാനാണ്. നമ്മള് ബീച്ചിലൊക്കെ പോകാന്നുള്ള പ്ലാനില് ഡ്രസ്സൊക്കെ എടുത്ത് റെഡിയായി. പക്ഷെ പുറത്തിറങ്ങിയപ്പോ കാലാവസ്ഥ മാറി, മഴയൊക്കെ തുടങ്ങി. എങ്കിലും നമ്മള് ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. ബീച്ചിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ മഴ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനീ സംസാരിച്ചോണ്ടിരിക്കണേ. അപ്പൊ മഴ അതേപോലെ ക്ലൈമറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബീച്ചിൽ ഇറങ്ങാനുള്ള പരിപാടി ഒന്നുമില്ല. നമുക്ക് വെറുതെ ഇവിടുന്ന് മെല്ലെ ഇറങ്ങാം. എന്നിട്ട് മിന പോർട്ടിൽ പോകാന്നുള്ളൊരു പ്ലാനും കൂടെ ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് നമുക്ക് പോയി നോക്കാം. എന്താണെന്നറിയാലോ അവിടുത്തെ ഇത്. ലാസ്റ്റ് ടൈമില് മറ്റേ മുമ്പത്തെ മഴയുടെ ഫസ്റ്റ് ആ മഴ പെയ്ത സമയത്ത് അവിടെ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഒലിച്ച ഇതുകൾ കണ്ടിരുന്നു. അത് കണ്ടിരുന്നു. അപ്പൊ എന്താന്ന് അറിയില്ല, അവിടെ പോയി നോക്കിയാലേ അറിയുള്ളൂ അവിടുത്തെ അവസ്ഥ എന്താന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം. നല്ല കാറ്റ് എന്ന് പറയാ, നല്ല ശക്തമായ കാറ്റ് കണ്ടില്ലേ. വെള്ളത്തിന്റെ ഒക്കെ സാധാരണ ഇവിടെ ഭയങ്കര സൈലന്റ് ആയി കിടക്കണത് ആ വെള്ളമൊക്കെ ഇവിടെ. ഇപ്പൊ അവിടെ ചെറുതായിട്ട് തിര പോലെ വരുന്നുണ്ട്. പിന്നെ കലങ്ങിയ വെള്ളം, നല്ല കലങ്ങിയ വെള്ളം. ശരിക്കും ഈ ഭാഗത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് തന്നെ അവിടെ സെക്യൂരിറ്റി നമ്മളെ എങ്ങോട്ടാ പോണെന്നൊക്കെ ചോദിച്ചു. കാരണം ഇപ്പൊ ഇവിടെ അധികം ആരും ഇല്ല ഈ ഭാഗത്തേക്കൊന്നായിട്ട്. കുറച്ച് പേര് അപ്പുറത്തെ സൈഡിൽ ആ ഫാമിലി ബീച്ചിന്റെ അവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മ എന്തായാലും ഇപ്പൊ ഇവിടുന്ന് നേരെ പോയി അവിടെ യൂട്ടർ അടിച്ച് തിരിച്ചു പോവാന്നുള്ളതാണ്. നല്ല കാറ്റ്. അപ്പൊ ഗ്ലാസ് ഒക്കെ മുകളിലോട്ട് പൊക്കാം. തന്നെ നല്ല ശക്തമായി മഴ വരാൻ ചാൻസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്. ബീച്ചിലേക്ക് പ്ലാൻ ചെയ്ത് വന്ന ദിവസം സൂപ്പറായിരുന്നു. യുദ്ധമൊക്കെ കഴിഞ്ഞ് ബീച്ച് ഓപ്പണായിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാന്നും പറഞ്ഞ് ഇറങ്ങിയ ദിവസമാണ്. നല്ല മഴയും കാറ്റൊക്കെ ഉള്ള ദിവസമായി. ഈ സൈഡിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്തു. ആ പാർക്കിൽ പോകാൻ കരുതിയതാ. നല്ല കാറ്റ്, ഫ്ലൈറ്റ് പോകുന്നുണ്ട്. നല്ല കാറ്റാണ്. അപ്പോൾ എന്തായാലും ആ പാർക്കിൻ്റെ അങ്ങോട്ട് നടന്നു നോക്കിയിട്ട് വരാം. ഓടണ്ടടാ വീഴോടാ, വീഴും. നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി. നല്ല അടിപൊളി സ്ഥലം. അപ്പോ ഇവിടെ ചാലും ബാക്ക് ചാലു ലോസ്റ്റ്. ചേച്ചി വണ്ടി കുറച്ച് ആ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. ഇത് ഒരു ആളെ പോലും കാണാനില്ല. പഴയ നിർമ്മിതികളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. കാറ്റൊക്കെ വന്നുള്ള കാരണം കുറേ ഇലകളൊക്കെ വന്നിട്ടുണ്ട് ആ ഭാഗത്തിൽ. ഫുള്ള് അടച്ചിട്ടിരിക്കണം എല്ലാതും. ഫുള്ള് അങ്ങനത്തെ ബിൽഡിങ്ങുകളാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ വണ്ടിയിൽ വരുന്ന സമയത്ത് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രോസ് ചെയ്ത് നടക്ക്. കാറ്റിന് ഇങ്ങനെ ഇത് വരുന്നതാണ്. കാറ്റിന് കിടന്ന് കറങ്ങുന്നതാണത്. ഓക്കെ, നമ്മളപ്പോ പുറത്തേക്ക് എത്തി. നമ്മൾ നടന്ന് അങ്ങനെ പാർക്ക് ഇതേ കാണുന്നു. പാർക്കിലെത്തി. ബേബി പാർക്ക്, യെസ് പാർക്ക് എത്തി. പാർക്കിലേക്ക് പോവാണ്. ഇപ്പോൾ അവർ രണ്ടുപേരും ചാലും സാനി ഹാനി ഓൾറെഡി ഓടി ഇതേ അവിടെ എത്തി. ചാലുവിനെ വലിയ കുട്ടിയെ കാരണം നടന്നു പോവാണ്. അല്ലാണ്ട് നേരത്തെ ഓടിയത് കൊണ്ട് ആ ക്ഷീണം വന്നത് കൊണ്ടല്ല. പാർക്കിൻ്റെ ആ സൈഡിലായിട്ട് കുറേ ക്യാമലുണ്ട് അല്ലേ. കുറേ ഒട്ടകം അവിടെ ഉണ്ട്.
ഈ പാർക്കിൽ വന്നിട്ടാണ് നമ്മൾ മുമ്പ് ഒരു ചാലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫാമിലി ചാലഞ്ചൊക്കെ. അതൊക്കെ ചെയ്തത് ഇവിടെ വെച്ചിട്ടായിരുന്നു. ചാലു സാനി ഹാനിയൊക്കെ ഊഞ്ഞാലാടുന്നു. ഇവിടെ വന്നത് എല്ലാരും ഊഞ്ഞാലാടി കളിക്കുക. അവൾക്കിപ്പോ ബേബീസിന്റെ സ്വിംഗ് ഒന്നും വേണ്ട, വലിയൊരു സ്വിംഗ് മതി അവൾക്ക്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, പക്ഷേ കാറ്റൊന്ന് പൊടിക്കാറ്റൊന്നുമില്ല അല്ലേ, കാറ്റുള്ളൂ. അടുത്ത സ്വിമ്മിക്ക് വന്നോട്. ഇതിൽ കാല് നീട്ടി വെക്കാൻ പറ്റൂലേ? കുറേ ടൈപ്പ് വെറൈറ്റി സ്വിമ്മിങ്ങാണ്. സാധാരണ പാർക്കിൽ പോയി ആകെ 2 സ്വിമ്മൊക്കെ ഉണ്ടാവാറുള്ളൂ. പല എല്ലാത്തിലും കയറി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ രാത്രി ഷൂട്ട് ചെയ്ത കാരണം നിങ്ങൾക്ക് സാധനം ലോക്കത്തുണ്ടാ? കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. എന്നാലും തേഴ്സ്ഡേ അപ്പൊ അതൊക്കെ ചെയ്യാൻ കേറട്ടെ. സ്ലൈഡിൽ കയറാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. ഇത് വലിയൊരു പ്ലേ ഏരിയ ആണ് കേട്ടോ. വേണ്ട മണ്ണ് പറക്കാണ്. നമ്മള് 4 ആളുള്ള കാരണം ഇതിന് പുറത്തുനിന്ന് ജാനിയാണ് കാല് വെക്കാത്ത, കാല് കെട്ടി വെക്ക്. എന്തിനാ പോക്കറ്റില് കല്ല് കെട്ടിക്കണ്? അവൻ ചീറ്റിങ് ചെയ്യാൻ നോക്കണ്. ആ കല്ല് ആരുടെ സൈഡിലേക്ക് വരും ജയിക്കും. ആ ചാലുവിന്റെ അടുത്തുണ്ടവര്. അവളെ ട്രെയിൻ പോലെ വിചാരിച്ച അതിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. അതിനുള്ളിലൂടെ പോകുന്നുണ്ട്. ഗോ ഗോ ഇതല്ല പറഞ്ഞ മേശപ്പ്. ഇതിനങ്ങനെ തീ കൊടുത്തിട്ട് അതിനൊക്കെ പടക്കിട്. അതിങ്ങനെ തീപ്പെട്ടി വെച്ചിട്ടേ
കമോൺ. അവൾക്ക് മണ്ണൊന്നും പാടില്ല. എല്ലാത്തിലും ഓടി നടന്ന് കേറിക്കൊണ്ടിരിക്കയാണ്. ഇവിടെ എത്തി. ഇനി ആ കാറിന്റെ അവിടെ നടക്കണമെങ്കിൽ കൊറേ നടക്കേണ്ടി വരും. ചാലോനിയാണ് വിളിക്കുന്നത്. ആ അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. ഇവിടെ ഹാനിയും ബേബിയും കൂടിയിട്ട് സ്ലൈഡിലാണ്. രണ്ടാൾക്ക് ഒരുമിച്ച് വരാൻ പറ്റൂല സ്ലൈഡിൽ. ആ ചീറ്റിംഗ് ആണ് ചെയ്യണേ, ചീറ്റിംഗ്. ആ സൈഡിൽ കൂടെ കയറണം. ചീറ്റിംഗ് രണ്ടുപേരും ചീറ്റിംഗ്. നാല് പേരും കൂടെ ഇതിൽ ആടാൻ വേണ്ടി പോവാണ്. ഓക്കെ, ചാലുവിൻ്റെ കൂടെ ആടാൻ പോണേ. ഓ, ഫാസ്റ്റ്. ചാലുവിന് പേടിയാണ് ബേബി, ചാലുവിന് പേടിയാ. സിനിയാണ് പൊന്തി കൊടുക്കുന്നത്. ഇപ്പോഴും കാറ്റിന് തീരെ കുറവൊന്നുമില്ല, നല്ല കാറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതവിടെ ബാക്കിൽ ആടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടെ വന്ന വഴിയല്ല, ഈ സൈഡിൽ കൂടെ പോയിട്ട് ആ കോർണേഷൻ്റെ അതിൽ ഇങ്ങനെ നടന്നു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു വരുമെന്നുള്ള കാര്യം ആദ്യം നോക്കാം. അടിയില്ല, എപ്പോഴും അവർ ആടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് എല്ലാവരും. ഓടിപ്പോകുന്നു ബാക്കിയുള്ളവർ. അപ്പം മെല്ലെ നടന്നു പോവാം. ബാങ്ക് ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. ചൂടുള്ള ചായ വേണ്ടത്? ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ചായ കുടിക്കാം. അങ്ങനെയുണ്ട്. ഈ സമയത്ത് ഷവർമ കിട്ടൂലടാ. കിട്ടും. മട്ടൻ ബീഫ് അല്ലേ, കൊള്ളാം. അങ്ങനെ നമ്മൾ സൈഡിലെത്തി. പാർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് കോർണേഷൻ സൈഡ് ഉണ്ടല്ലേ, അവിടെ ഇരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സൗകര്യമുണ്ട്. കാല് പറയുന്നത് നല്ല മണ്ണാണ്. രണ്ടുപേരത് അവിടെ ഓടുന്നു. നമ്മൾ ഈ വഴി എല്ലാം നടന്ന് അങ്ങോട്ട് പോകാനുള്ള പ്ലാന്. നൈറ്റ് ആയാലും നല്ല സുഖമായിട്ട് നടക്കാൻ കണ്ടില്ലേ, ലൈറ്റൊക്കെ വെച്ചിട്ട്. വേറെ നൈറ്റ് ആയാലും സുഖമായിട്ട് നടക്കാൻ പറ്റും. ആ ലാസ്റ്റ് വരെ വക്കറ ബീച്ച് വരെ എല്ലാരും ബീച്ചിലെ കാറ്റും കൊണ്ട് കടലും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അസ്തമയൊക്കെ കഴിഞ്ഞു. ബേബിക്ക് വെള്ളം കണ്ടിട്ട് ലെറ്റ്സ് ഗോ ആൻഡ് സ്വിം എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. നല്ല കാറ്റാണ്. ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത ടൈമാ അല്ലേ? വാ വാ. കാറ്റാടി തണലും. അറിയാത്തത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ഇവിടെ നിന്ന് നടന്ന് 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 വേണം അങ്ങോട്ടെത്താൻ.
ബേബി ലെറ്റ്സ് ഗോ. ബാക്ക് തിരിഞ്ഞിട്ടാ നടക്കണേ. ഓടിക്കോ. നിങ്ങൾക്ക് അവിടെ വീട്ടിലിരുന്ന് തോന്നില്ല, ഇതുള്ള പോലെ തോന്നുള്ളൂ. ഭയങ്കര കാട്ടാ. നമുക്കിന്ന് ബീച്ചിൽ പോകാൻ വിചാരിച്ചിട്ടേ അല്ല ഇന്നൊക്കെ ഉണ്ട്. അല്ലോ വല്ലാത്തൊരു ദിവസമായി പോയി. നമുക്ക് MES-ലൊന്നും വരേണ്ട ആവശ്യമുണ്ടായിരുന്നു ബേബിയുടെ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ MES-ൽ കയറിയപ്പോഴേക്കും പുറത്ത് മഴ, നല്ല മഴ വന്നു. അപ്പോൾ MES-ൻ്റെ യൂണിഫോം ഇവിടെ ലാലിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചു. ബേബിയുടെ കളർ ഡ്രസ്സ് വാങ്ങിച്ചു, യെല്ലോ കളർ. അത് വാങ്ങിച്ചു. നമുക്ക് തിരിച്ചു പോവാം. ഹലോ. പർച്ചേസിങ് കഴിഞ്ഞതിന് ശേഷം, പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ബേബിയുടെ ഡ്രസ്സ് വാങ്ങിക്കണായിരുന്നു. ചായ കുടിക്കണ പരിപാടി പറഞ്ഞു. ലാസ്റ്റ് ഇപ്പൊ ജാനി കടയിൽ പോയിട്ട് സ്നാക്സ് ഒക്കെ പറഞ്ഞിട്ടാ വരണത്. ഓക്കെ, ചായ നമ്മളത് എത്തി. ഇതേ വരുന്നു ചായ. നമ്മളുടെ ചായ കൊണ്ടുവന്നു. ഇപ്പൊ എല്ലാരും ചായ കുടിക്കുന്ന പരിപാടിയിലാണ്. അതെ, ചായ മാത്രം കുടിക്കാൻ വന്ന ആൾക്ക് ഷവർമൊക്കെ വാങ്ങിച്ചിരിക്കുന്നു. പോക്കർ ഷവർമൊക്കെ. ഓക്കെ, ഇവനാണ് പോയിട്ട് ഇതെല്ലാം ഒപ്പിച്ചത്. ഓ മൈ ഗോഡ്. നമ്മളിവിടെ അപ്പോ മിന പാർക്കിലെത്തി. പാർക്കില് ചാലുസാനി ഹാനിയൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഷിമിയും മെഹ്റയും വാഷ്റൂമിൽ പോയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കളിക്കുന്നുണ്ട്. ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിയണ പോലുള്ള കാരണം. യെസ്, മഴ ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിയണ കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് കളി അവസാനിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്ന് മഴ നിന്നു, ചെറുതായിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവരുടെ കളി കുറച്ചു നേരം കളിച്ചോട്ടെ എന്ന് എഴുതിയിട്ടാണ് കൊണ്ടുവന്നത്. കാരണം വീട്ടിലാണെങ്കിൽ വെറുതെ ഇരിക്കണ്ട, കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ ആവട്ടെ, പുറത്ത് കുറച്ച് കളിച്ചു വളരട്ടെ. ഓക്കെ, ബോളൊക്കെ ഇതേ ഉള്ളിൽ വെച്ചു. പിള്ളേർ കയറാണ്, കാരണം കളിക്കാൻ അത്ര നല്ലൊരു കാലാവസ്ഥയിലല്ല. പിന്നെ അവർ ഓൾറെഡി അതെ ഒരു ചാറ്റൽ മഴ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചാറ്റൽ മഴ ഉള്ള കാരണം നമ്മൾ എന്ത് ചെയ്ത് നേരത്തെ നിർത്തി. ആ ഒരു ചാറ്റൽ മഴ ഉള്ള കാരണം കളി നേരത്തെ നിർത്തി. അപ്പം ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകാന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എൻജോയ് ചെയ്താ? കളിച്ചാ? ഓക്കെ, പിള്ളേർ എൻജോയ്, പിള്ളേർ ഹാപ്പിയാണ്, അവർ ഹാപ്പി ആയി. പിള്ളേരുടെ കളിയൊക്കെ കഴിഞ്ഞ് വരണം. ഇതാ വിശന്ന് എല്ലാവർക്കും. അപ്പോൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കയറാനുള്ള പരിപാടിയാണ്. റീഗലിൽ കയറാന്ന് പറഞ്ഞിട്ട് എല്ലാവരും റീഗലിൽ ഗീ റൈസും സെറ്റ് ഇതുണ്ട്, അത് വാങ്ങിക്കാനുള്ള പരിപാടിയിൽ എല്ലാവരും റീഗലിലേക്കാണ് പോകുന്നത്. ബേബിക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൻ്റെ ക്ഷീണം തുടങ്ങി. ബേബി ഉറങ്ങാനുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട്. എന്തിനാ വന്നല്ലോ അവിടെ? ബേബി ഉണ്ടാക്കിയതാ? ഫുഡ് അടി തുടങ്ങി എല്ലാവരും. ബേബി പൊറോട്ട വെച്ചിരിക്കുകയാണ്. ഫുഡ് അടി എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഫുഡ് അടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇത് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് ഈ മൈതാനത്തായിരുന്നു. അപ്പോൾ മൈതാനത്ത് വന്ന് വണ്ടി എടുക്കുക, ഇനി വീട്ടിൽ പോവുക. കാരണം വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിൽ പോകുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ. ബേബിയോടെ ബേബി ബൈ പറഞ്ഞില്ല. ബൈ.